യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത് കൊച്ചിൻ ലാംസ്റ്റൈൻ ചർച്ചിലെ പാസ്റ്റർ ജോൺ കൊടിയറിൻ്റെ പ്രബോധനങ്ങളാണ്. ഞാൻ മിനു സ്റ്റീവ് ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജ്ജമ ചെയ്യുന്നു. സമാഗമം ഭാഗം 7. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. അതിനുശേഷം ഒരു സാർവത്രിക യുദ്ധമാണ്. അത് 3-ാം ലോക മഹായുദ്ധമോ 4-ാം ലോക മഹായുദ്ധമോ എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. എന്താണ് പ്രധാനപ്പെട്ടത് എന്ന് വെച്ചാൽ, അതുപോലത്തെ ഒരു യുദ്ധം ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല. ഇത് ആർമഗെദോനിലെ യുദ്ധം എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. ഇത് ഇസ്രായേലിന്റെ വടക്ക് മെഗിദോ സമതലങ്ങളിലാണ് നടക്കുക. ഭൂമിയിലെ രാജ്യങ്ങളും കർത്താവിന്റെ രാജ്യവും തമ്മിൽ. അതിനെക്കുറിച്ച് നാം ഇപ്പോൾ കൂടുതൽ പഠിക്കാൻ പോകുന്നില്ലെങ്കിലും ശരിക്കുള്ളൊരു പോരാട്ടം യഹോസാഫാത്തിന്റെ താഴ്വരയിൽ ഒലിവുമലയുടെ അടുത്തായിട്ടായിരിക്കും. പക്ഷെ ഇതെല്ലാം യേശുവിന്റെ അടുത്ത വരവിൽ, അതായത് പെറൂസിയയിൽ ആയിരിക്കും. നേരത്തെ പറഞ്ഞ ആ ഒരു സ്കെയിലിന്റെ അവസാന ഭാഗത്ത് തുടങ്ങി അത് നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അവിടത്തോടു കൂടെ നിത്യതയിൽ ആയിരിക്കും അന്നേരം. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഇപ്പോൾ കിട്ടിയില്ലേ? നമുക്ക് വെളിപ്പാട് 16 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകാം. ഇവ സർവഭൂതത്തിലും ഉള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹെർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്ത് കൂട്ടി ചേർത്തു. നമ്മൾ ഹെർമഗദോൻ എന്നതിനെ കുറിച്ച് പിന്നീട് പഠിക്കും. ചിലപ്പോൾ ഈ വർഷം മുഴുവൻ, ചിലപ്പോൾ ദൈവം അതിനുള്ള വഴി നമുക്ക് തുറന്നു തരും. നമുക്ക് വെളിപാട് 20 പോകാം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടപ്പുറത്ത് മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീ പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളി ഇടും. നിങ്ങൾ സഹസ്രാബ്ദ വർഷക്കാലം കണ്ടോ? ഈ 1000 വർഷങ്ങൾ സാത്താൻ ചങ്ങലയ്ക്ക് അടയിലായിരിക്കും. പിന്നെ അതിനുശേഷം നാം കാണുന്നു, 1000 വർഷത്തിന് ശേഷം സാത്താനെ അഴിച്ചുവിട്ടു. അവൻ എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിനും അവന് പ്രിയപ്പെട്ടവർക്കും എതിരെ തിരിക്കും. പക്ഷെ ഇപ്രാവശ്യം യേശു അവരുമായി വഴക്കിടുകയില്ല. പക്ഷെ സ്വർഗത്തിൽ നിന്നും തീ ഇറങ്ങി ശത്രുക്കളെ വിഴുങ്ങി കളയും. നിങ്ങൾ അത് കണ്ടല്ലോ. വേറെ ഒന്നും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് 5-ാം വാക്യത്തിലേക്ക് പോകാം.
ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. ഇപ്പോൾ നിങ്ങൾ രണ്ട് പുനരുത്ഥാനം കാണുന്നു. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടുന്നുണ്ടോ? ഈ ഭാഗങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു, ഏകദേശം ആദ്യത്തെയും രണ്ടാമത്തെയും പുനരുത്ഥാനത്തിന് ഇടയ്ക്ക് ഒരു 1000 വർഷത്തിന്റെ എങ്കിലും ഏകദേശ കാലയളവുണ്ടെന്ന്. ആദ്യത്തെ പുനരുദ്ധാരണം നീതിമാന്മാർക്ക് വേണ്ടിയാണ്. അതിൽ പറയുന്നു, രണ്ടാമത്തെ മരണത്തിന് അവരുടെ മേൽ അധികാരമില്ലെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഒരു ന്യായവിധി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതാണ് വലിയ വെള്ള സിംഹാസന ന്യായവിധി. 12-ാം വാക്യത്തിൽ പറയുന്നു, മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്നൊരു മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യന്റെ വീഴ്ച മുതൽ അതിന്റെ അവസാനത്തെ ഫലം എന്ന് പറയുന്നത് വലിയ വെളുത്ത സിംഹാസനത്തിലെ ന്യായവിധിയാണ്. പാസ്റ്റർക്കും നമുക്കും ആകെ ബാധിക്കുന്ന കാര്യം എന്തെന്നാൽ, നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ എന്നുള്ളതാണ്. അതില്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ മരണത്തിലേക്ക് പോകും. അതാണ് തീപ്പൊയ്ക. പാസ്റ്റർ പറഞ്ഞോർക്കുക, നിങ്ങൾ ഒരിക്കൽ ജനിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ 2 തവണ മരിക്കുന്നു. നിങ്ങൾ 2 തവണ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ മാത്രം മരണം. ലളിതമാണത്. നാം അറിയുന്ന എല്ലാം ഇത് അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഇപ്പോൾ അറിയാം. ആ സമയമാകുമ്പോഴേക്കും ഇതെല്ലാം ചരിത്രമാകുമെന്നും ഇതെല്ലാം കഴിയുമ്പോൾ എല്ലാം വീണ്ടും പുതുതാക്കപ്പെടും. എല്ലാം കർത്താവിനോട് കൂടെ ആയിരിക്കുന്നവർക്ക് ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റും. അല്ലാത്തവർ എവിടെയായിരിക്കും? തീപ്പൊയ്കയിൽ. നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കുന്നത് തുടരാം, കാരണം അത് നേരിട്ട് നമ്മോട് സംസാരിക്കും. വെളിപാട് 21-ന്റെ 1 മുതൽ 8 വരെ നമുക്ക് വായിക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനം ആയിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തു, സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അനന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവൻ നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ അത്രേ. അത് രണ്ടാമത്തെ മരണം. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു എന്ന്. പൗലോസ് അപ്പോസ്തലൻ നമ്മൾ എടുക്കപ്പെട്ടാൻ പോവുകയാണ് എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് ആരൊക്കെയാണോ ജീവനോടെ ഇരിക്കുന്നത്, സമാഗമനത്തിന്റെ സമയത്ത് അദ്ദേഹം വളരെ വ്യക്തമായി ആ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ പറയുന്നു. നമുക്ക് 1 തെസ്സലോനിക്കർ 4-ലേക്ക് പോകാം. നിങ്ങൾ ശരിയായി ഓർക്കുന്നുണ്ടെങ്കിൽ ഇത് റാപ്ചറിന്റെ ആ ഭാഗത്ത് വരുന്നതാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു എന്ന്. ഇതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് കർത്താവിൽ വളരണം. അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അതിനെ അവരെ ഉത്സാഹിപ്പിക്കുന്നു, എടുക്കപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞുമൊക്കെ. 3-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, നിങ്ങൾ ദുർനടപ്പ് വിട്ട് ഒഴിഞ്ഞ്. പിന്നീട് അദ്ദേഹം പറയുന്നു, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ എന്ന് പറയുന്നു.
7-ാം വാക്യത്തിൽ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് എന്ന് പറയുന്നു. ആരാണ് നമ്മളെ വിളിക്കുന്നത്? ദൈവമാണ്. അവിടുന്ന് നമ്മെ വിളിച്ചാൽ അവിടുന്ന് നമ്മെ ബലപ്പെടുത്തും. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തേത് ദൈവഹിതം എന്നത് ശുദ്ധീകരണമാണ്. അവിടുന്ന് പറയുന്നു, ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലായോ? ശുദ്ധീകരണം, അവിടുന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ശുദ്ധമായി മറ്റുള്ളവരിൽ നിന്നും മാറി ഇരിക്കുവാൻ വേണ്ടിയാണ്. അന്നേരം അവിടുന്ന് നമ്മെ അത് ചെയ്യാൻ ശക്തീകരിക്കും. പാസ്റ്റർ കർത്താവിലേക്ക് വന്നപ്പോൾ ശുദ്ധമായിരിക്കുന്നതിനെ കുറിച്ച്, അതായത് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം എന്നൊക്കെ കേട്ടു. പക്ഷേ പാസ്റ്റർക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ചില സമയം പാസ്റ്റർ രാവിലെ ശുശ്രൂഷ ചെയ്യും, അതിൽ വളരെ അഭിഷേകമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ രാത്രി പോയി കുടിക്കുകയൊക്കെ ചെയ്യും. ആ സമയം ചിലപ്പോൾ ചിലർ പ്രാർത്ഥനയ്ക്കായി വന്നിരുന്നു. പക്ഷെ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതിൽ നിന്നും എങ്ങനെ വിട്ടുപോരണം എന്നറിയില്ലായിരുന്നു. അവസാനം കർത്താവിനോട് ഇതിൽ നിന്ന് തന്നെ വിടുവിക്കണമേ എന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചു. യേശു പാസ്റ്ററിനെ മുക്തനാക്കി. ആമേൻ. അവിടുന്നാണ് പാസ്റ്ററിനെ വിശുദ്ധനായിരിക്കുവാൻ ശക്തനാക്കിയത്. ഈ സമയത്ത് ചില അരുവികൾ നിങ്ങളെ അശുദ്ധരാക്കുവാൻ ശ്രമിക്കും. അതിനെക്കുറിച്ച് ആവലാതിപ്പെടേണ്ട. നിങ്ങൾ വചനം വായിക്കുമ്പോൾ അത് നിങ്ങളെ ശുദ്ധീകരിക്കും. നിങ്ങൾ മാറിപ്പോകും. പക്ഷേ നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് പാസ്റ്ററിനെ വിളിച്ച് അറിയിക്കുക. സ്കൈപ്പിലൂടെ ഭൂതങ്ങളെ മാറ്റിയിട്ടുണ്ട് പാസ്റ്റർ പറയാൻ ശ്രമിക്കുന്നത് എന്തെന്നാൽ, ആളുകൾ ഇതെല്ലാം വലിയ കാര്യമാണെന്നെല്ലാം കരുതുന്നു. സഭയ്ക്ക് ഇത്തരം കാര്യങ്ങൾ പേടിയാണ്. നാം ആരുടേത് ആണെന്ന് നാം അറിയണം. അത് എല്ലാ വ്യത്യാസവും വരുത്തും. പാസ്റ്റർ ഏതെങ്കിലും സഭയെ ചെറുതാക്കുകയല്ല. ചില സഭകൾ ഇത് ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അതല്ല പറയുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് ഇന്ന് പാസ്റ്ററിനെ കേൾക്കുന്നവർക്ക് വേണ്ടി. നമ്മൾ യേശുക്രിസ്തുവിന്റെ അധികാരത്തിൽ നടക്കണം. വേണ്ടതിലധികം ആളുകൾ ദുഃഖത്തിലും ദുരിതത്തിലുമുണ്ട്. നമ്മൾ പോയില്ലെങ്കിൽ ആര് പോകും? ഹല്ലേലൂയ. അപ്പോൾ അത് ദൈവഹിതമാണ് നമ്മുടെ ശുദ്ധീകരണം എന്നത്. ഇത് നമ്മൾ നേരത്തെ സംസാരിച്ച റോമർ 12:1 ഉള്ള അതേ കാര്യം തന്നെയാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഇത് ബുദ്ധിയുള്ള ആരാധനയാണ്. ഇത് ആയിരിക്കണം അടിസ്ഥാനം. ഇവിടെ ആയിരിക്കണം നാം തുടങ്ങേണ്ടത്. ഇതാണ് നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥ. കാരണം നമ്മൾ 14-ാം അധ്യായത്തിൽ പോകുമ്പോൾ പറയുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് പറയുന്നു. 1 പത്രോസ് 1:15-16 പറയുന്നു, മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന്. പാസ്റ്റർ ഈ വിശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ ഒരു മതിൽ ഉയർന്നു വരുന്ന പോലെ പാസ്റ്റർക്ക് തോന്നുന്നു. പാസ്റ്ററും നമ്മളും തമ്മിൽ ഒരു മതിൽ പോലെ വരുന്നതായിട്ട്. കാരണം നിങ്ങളുടെ മനസ്സ് ഒന്നെങ്കിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് വേറെ വല്ലയിടത്തൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരിക്കും. നിങ്ങൾ അസ്വസ്ഥർ ആകുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ വ്യാകുലരാകേണ്ട. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ സത്യം നിങ്ങളെ വിടുവിക്കും. നമുക്ക് എഫേസ്യർ 1:3 പോകാം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ ആകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അനന്തരാവകാശം എന്താണെന്ന് നിങ്ങൾ അറിയുകയില്ല. അനന്തരാവകാശം ഉണ്ട്, പക്ഷേ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാൻ, നേടിയെടുക്കാൻ പറ്റുകയില്ല. അവിടുന്ന് നമ്മെ മുന്നമേ അനുഗ്രഹിച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടത് നൽകിയിട്ടുമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ അത് ലഭിക്കുവാൻ പാകത്തിൽ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കുക മാത്രമാണ് വേണ്ടത്. പാസ്റ്റർ സാമുവേലിനെ ഒരു ഉദാഹരണമായി എടുക്കുകയാണ്. പാസ്റ്റർക്ക് ഓർമ്മയുണ്ട്, അവൻ ജനിച്ച ദിവസം അവൻ്റെ കൂടെ വേറെ 10-30 കുട്ടികളുടെ കൂടെ ഒരു നഴ്സറിയിലായിരുന്നു വെച്ചിരുന്നത്. സാമുവൽ, ജോണിന്റെ മകൻ എന്നൊരു ടാഗ് ഇല്ലായിരുന്നെങ്കിൽ പാസ്റ്റർക്ക് അവനെ തിരിച്ചറിയാൻ പറ്റുകയില്ല. പക്ഷെ ഇപ്പോൾ പാസ്റ്റർക്ക് അവന്റെ ശബ്ദം, സ്വഭാവം എല്ലാം അറിയാം. നിങ്ങളിൽ പലർക്കും പാസ്റ്ററിനെ അറിയാം. ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് അവർ പാസ്റ്ററിനെ ലുങ്കിയും ധരിച്ച് ബീഡിയും വലിച്ച് നടക്കുന്നതായി കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് നിങ്ങളുടെ പാസ്റ്റർ അല്ലെന്ന്. കാരണം നിങ്ങൾക്കറിയാം പാസ്റ്റർ കാജാ ബീഡി വലിക്കില്ലെന്നും അതേപോലെ ലുങ്കി ധരിക്കുകയില്ലെന്നും. നിങ്ങൾക്ക് പാസ്റ്ററിന്റെ സ്വഭാവം അറിയാം, നിങ്ങൾക്ക് പാസ്റ്ററിന്റെ ശബ്ദം അറിയാം. നിങ്ങൾ ആദ്യത്തെ തവണ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിനെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഒരിക്കൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ശബ്ദം തിരിച്ചറിയാം. അതിനുശേഷം പാസ്റ്റർ വിളിച്ചാൽ നിങ്ങൾക്കറിയാം ഇത് പാസ്റ്ററാണ് വിളിക്കുന്നത് എന്ന്.
അതേപോലെ തന്നെ കർത്താവ് നല്ലവൻ എന്ന് രുചിച്ചറിവിൻ. അവനിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അത് അനുഭവിക്കാവുന്നതാണ്, അല്ലാതെ വളരെ നിഗൂഢമായ ഒന്നല്ല. അതിന് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു തീ വരണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തും. അപ്പോസ്തല പ്രവർത്തികൾ 1:5. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഇത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് 40 ദിവസങ്ങൾക്ക് ശേഷമാണ്. അവിടുന്ന് പറഞ്ഞു കാത്തിരിക്കാൻ. എത്ര ദിവസം? 10 ദിവസം. അത് 10 ദിവസമാണെന്ന് എങ്ങനെ അറിയാം? കാരണം 2-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ പറയുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്ന്. പെന്തക്കോസ്ത് നാൾ എന്നാൽ 50-ാം ദിവസമാണ്. 50 ദിവസമാണ് ഉത്സവം. അതിനും 10 ദിവസം മുമ്പ് യേശു ഉത്സവത്തിന്റെ ദിവസമാണ് മരിച്ചത്. അപ്പോസ്തല പ്രവർത്തികൾ 5 പറയുന്നു പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ. അപ്പോസ്തല പ്രവർത്തികൾ 1:8 പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിനും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന്. സാക്ഷികളാകുന്നതിന് ശക്തി ലഭിക്കണം. ഓർക്കുക, എണ്ണയും വീഞ്ഞും പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്ന 2 വ്യത്യസ്ത കാര്യങ്ങളാണിവ. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആളുകൾ കരുതി അവർ പുതിയ വീഞ്ഞു കുടിച്ച് മത്തരായി എന്നാണ്. നിങ്ങൾ പത്രോസിന്റെ ജീവിതം എടുത്താൽ അദ്ദേഹം വളരെ വീരപ്രവൃത്തികളൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് ശരിയായ ധൈര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആളുകളുടെ കൂടെ ആയിരുന്നപ്പോൾ ഒരുപാട് യാത്ര ചെയ്തു, ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്തു. തൻ്റെ കൂടെ ആളുകൾ ഇല്ലാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് ധൈര്യവും തൻ്റെ ഇടവും ഉണ്ടായിരുന്നില്ല. ആളുകൾ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ധൈര്യവും തൻ്റെ ഇടവും ഉണ്ടായിരുന്നു. പക്ഷെ അത് ശരിക്കുള്ളതല്ല. 1 യോഹന്നാൻ 18:10. ശീമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലതു കാത് അറുത്തു കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്ന് പേർ. ഒരു പക്ഷെ പത്രോസിന് ദേഷ്യത്തിൻ്റെതായ ഒരു പ്രശ്നം ഉണ്ടായി കാണണം. കാരണം നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കർത്താവിൽ നിന്നും ഭക്തി ഉണ്ടെന്ന് കരുതരുത്. യോഹന്നാൻ 18:27 പറയുന്നു, പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു, ഉടനെ കോഴി കൂവി എന്ന്. പത്രോസ് ആരെയാണ് മറുത്തു പറഞ്ഞത്? യേശുവിനെ. ഉടനെ കോഴി കൂവി. യേശു പ്രവചിച്ചിരുന്നു പത്രോസ് തള്ളി പറയുമെന്ന്. അവൻ ഒരിക്കൽ തള്ളി പറഞ്ഞു, പിന്നെയും അത് ധൈര്യമല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് പത്രോസിന്റെ മേൽ വന്നപ്പോൾ വളരെ പ്രകടമായ വ്യത്യാസമുണ്ടായി. അപ്പോസ്തല പ്രവർത്തികൾ 2:14. അപ്പോൾ പത്രോസ് 11 പേരോടും കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരോടും ആയുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്ക് ശ്രദ്ധിച്ച് കൊള്ളുവേൻ. ഇത് പരിശുദ്ധാത്മാവ് പത്രോസിന്റെ മേൽ വന്നതിന് ശേഷമാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ പറയുന്നത് കേൾക്കുക. അത് ധൈര്യം ആണ്. പത്രോസിന് ഒരുപാട് ധൈര്യം അല്ലെങ്കിൽ തൻ്റെ ഇടം ഉണ്ടായിരുന്നത് അല്ല, പരിശുദ്ധാത്മാവ് നൽകിയതാണത്. ആ ധൈര്യം അല്ലെങ്കിൽ ആ തൻ്റെ ഇടം അദ്ദേഹത്തെ സൻഹദ്രിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ, ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നിങ്ങളെ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ പോലീസ് ഉന്നതന്റെയോ മുന്നിൽ കൊണ്ടുവന്ന് അവർ നിങ്ങളെ ചോദ്യം ചെയ്യിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് ആ ധൈര്യം കൊടുത്തു. അപ്പോസ്തല പ്രവർത്തികൾ 4:8. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരും ആയുള്ളവരെ എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹം തുടങ്ങിയത്. അതിലേക്ക് പാസ്റ്റർ ഇപ്പോൾ പോകുന്നില്ല, നിങ്ങൾക്ക് പിന്നെ പോയി നോക്കാം. അദ്ദേഹം പറയുകയാണ്, എന്നെ ശ്രദ്ധിച്ചു കേൾക്കുക. എന്താണ് 4:13 സംഭവിക്കുന്നത്? അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. യോഹന്നാൻ 16:14. അവൻ എനിക്കുള്ളതിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് അവർ അറിഞ്ഞു. ഹല്ലേലൂയ. ധൈര്യം പത്രോസിന്റെയും യോഹന്നാന്റെയും അത് വന്നത് അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ ആയിരുന്നത് കൊണ്ടാണ്. അതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ ധൈര്യവാന്മാർ ആക്കും. ദാനിയേൽ 11:32 പറയുന്നു, നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചുനിന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന്. ആരാണ് വഷളാക്കുന്നത്? അന്തിക്രിസ്തു. ഉപായം കൊണ്ട് വഷളാക്കും. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം, തങ്ങളുടെ ദൈവവുമായി ബന്ധമുള്ളവരായ ജനം അത് വിഡ്ഢിത്തരമാണെന്ന് മനസ്സിലാക്കും. ഞാനിത് ചെയ്യും, അവർ അവർക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? കൊന്നുകളയാനല്ലേ പറ്റൂ. അപ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ ഒന്നും കൂടി ഒരു ഗ്രാജുവേറ്റഡ് അല്ലെങ്കിൽ ബിരുദധാരിയാവും. ഞാൻ യേശുവിനോടൊപ്പം ആകും. അപ്പോൾ ഞാൻ എന്തിനു പേടിക്കണം?
ധൈര്യം, നിങ്ങൾ ധൈര്യത്താൽ നിറയപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ യോഹന്നാൻ മർക്കോസിനെ എടുക്കുക. പൗലോസിന്റെയും ബർന്നബാസിന്റെയും അടുത്ത് പോകുന്നതിന് മുമ്പ്, അതായത് സുവിശേഷ വേലയ്ക്ക്, നിങ്ങളിൽ പലരും പാസ്റ്റർക്കൊപ്പം സുവിശേഷ വേലയ്ക്കൊക്കെ പോയിട്ടില്ലേ? ഈ യോഹന്നാൻ മർക്കോസിനെ പോലെ പൗലോസിന്റെയും ബർന്നബാസിന്റെയും കൂടെ അദ്ദേഹം പോയി. പക്ഷെ ഒരു പ്രശ്നം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ അവിടുന്ന് ഓടിപ്പോയി, അവരെ ഉപേക്ഷിച്ചു പോയി. ഒരു പക്ഷേ യോഹന്നാൻ മർക്കോസിന്റെ കയ്യിൽ എണ്ണ ഉണ്ടായി കാണുമായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ വൈൻ ഉണ്ടായിരുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 15:38 അത് പാസ്റ്റർ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ നിന്നാണ് വായിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പക്ഷെ എവിടെയോ നാം കാണുന്നു യോഹന്നാൻ മർക്കോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മാറുന്നു. അത് എത്രത്തോളം എന്നാൽ പത്രോസിന് ഒരു സുവിശേഷം എഴുതാൻ സഹായിക്കുന്നത് വരെ. ഏതാണത്? മർക്കോസിന്റെ സുവിശേഷം. അതുമല്ല, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിന് ശേഷം ഒരു പുതിയ തീ, അതായത് തിമോത്തിയോസ് 4:11 നമുക്ക് പോകാം. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് എഴുതിയിരിക്കുന്നു. ഇതാരാണ് തിമോത്തിയോസിനോട് പറയുന്നത്? പൗലോസ്. നിങ്ങൾ ശുശ്രൂഷയ്ക്ക് ഉപകാരമുള്ളവർ ആണോ? നിങ്ങൾ ശരിക്കും ഉപകാരപ്രദർ ആണോ? നിങ്ങളുടെ പദ്ധതികൾക്ക് അല്ല, ദൈവത്തിന് പ്രയോജനം ഉള്ളവർ ആണോ നിങ്ങൾ അങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ ഉള്ള ഒരു വിളി ഉണ്ട്, ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വിളി. പക്ഷേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ ആയിരിക്കണം. കാരണം സെഖര്യാവ് 4:6 പറയുന്നു, അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. എന്തുകൊണ്ടാണ് പാസ്റ്റർ ഇത് പറയുന്നത്? കാരണം വേദപുസ്തകം അങ്ങനെ തന്നെ ആണ് പറയുന്നത്. 2 തിമോത്തിയോസ് 20:21 വാക്യങ്ങളിൽ പറയുന്നു, എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകുന്ന തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെ ഒരുക്കിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. യജമാനന് സമർപ്പിതവും ലാഭകരവുമായ, അതായത് കോൺസെഗ്രേറ്റഡും പ്രോഫിറ്റബിളും കർത്താവിന് നിങ്ങളെ ശുശ്രൂഷ വേലയ്ക്കായി നല്ലതായി കാണാൻ സാധിക്കുമോ? അതായത് യജമാന സമർപ്പിതവും ലാഭകരവുമായത് അത് മനസ്സിലാക്കുക. നാം വേല നടന്നുകൊണ്ടിരിക്കുന്നവർ ആണ്, പക്ഷേ നാം ദൈവത്തിന് എല്ലാം സമർപ്പിക്കണം. അവിടുന്ന് എല്ലാം മനസ്സിലാക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ അവിടുന്ന് നമ്മെ ഉപയോഗിക്കുന്നു. പക്ഷേ നിങ്ങളുടേതായ ഒരു പദ്ധതിയുണ്ട്, അത് ആ ലോകത്തിന് വേണ്ടി സേവിക്കാൻ വേണ്ടിയുള്ളതാണെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഉദാഹരണത്തിന് പൈസ കിട്ടിയെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കും, അല്ലാതെ ദൈവരാജ്യ മഹത്വത്തിനല്ല. നിങ്ങൾ യെഹെസ്കേലിന്റെ ജീവിതം നോക്കുക. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവെ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവം യെഹെസ്കേലിനോടാണ് ചോദിക്കുന്നത്. യെഹെസ്കേലിന്റെ മറുപടി ഇതാണ്. മറുപടി എന്നത് കർത്താവെ നീ അറിയുന്നു എന്നാണ്. അതായത് അത് ഏറ്റവും മതപരമായ ഒരു ഉത്തരമാണ്. അതിനർത്ഥം ദൈവത്തിന് എന്ത് സാധ്യമാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്? ഓർക്കുക, ശുശ്രൂഷയ്ക്ക് ഉപകാരപ്പെടണമെങ്കിൽ എന്താണ് ദൈവം അദ്ദേഹം ചെയ്യണമെന്ന് കരുതുന്നത്? യെഹെസ്കേൽ 37:4 ഒന്നുകൂടി നമുക്ക് വായിക്കാം. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിനെന്ന്. അതായത് സംസാരിക്കൂ. എന്തുകൊണ്ടാണ്? കാരണം ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ജീവൻ സൃഷ്ടിക്കുകയാണ്. ഇതാണ് വചനം പറയുന്നത്. അദ്ദേഹം പ്രവചിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? 7-ാമത്തെ വചനം നോക്കൂ. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി, അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു. ഇപ്പോൾ ഇതാ ജീവൻ ഉണ്ട്. കാരണം അദ്ദേഹം പ്രവചിച്ചു. അദ്ദേഹത്തിന് വേണ്ടത് എന്താണോ അതല്ല, എന്നാലോ ദൈവത്തിന് എന്താണോ വേണ്ടത് അതാണ് പ്രവചിച്ചത്. മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടത് എന്തെന്നാൽ കർത്താവിൽ നിന്നുള്ള ഒരു സ്പർശം മാത്രമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ മതാത്മകത വേണ്ടതില്ല. പക്ഷേ നിങ്ങൾ സ്വയം വിനയാന്യതരാകുകയാണെങ്കിൽ, നിങ്ങൾ ഒരു സഭയ്ക്ക് അല്ലെങ്കിൽ ഒരു ചർച്ചിന് കീഴ്പ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളെ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ എഫേസ്യർ 3 വായിച്ചു, ആത്മീയ തലങ്ങളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന്.
പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം ആത്മീയ തലത്തിൽ നിന്നും ഭൗതിക തലത്തിലേക്ക് അത് കൊണ്ടുവരും. അവിടുത്തെ കൈയുടെ പ്രവൃത്തി നിങ്ങൾ ആജ്ഞാപിക്കണം. നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനസ്സ് ഇല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത്? എന്ത് പൊട്ടത്തരമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 4:31 പോകാം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ധൈര്യത്തിന്റെ ആത്മാവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ ധൈര്യം വേണം, അല്ലെങ്കിൽ നിങ്ങൾ വീണു പോകും. ദൈവത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ നേരെ എതിരെയുള്ള വഴിയിലേക്ക് ഓടിപ്പോകും. മനസ്സിലായോ? അതുകൊണ്ട് കർത്താവിൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏൽപ്പിക്കുക. എന്തെല്ലാമാണോ നിങ്ങൾക്ക് അടക്കി പിടിച്ചിരിക്കുന്നത് അതൊന്നും നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല. ആ ആവശ്യമില്ലാത്ത ഏച്ചുകെട്ടലുകൾ നിങ്ങൾക്ക് കർത്താവുമായി ഒന്നാകണം. നിങ്ങൾക്ക് സംഗീതമോ മറ്റൊന്നുമോ വേണ്ട, കർത്താവുമായി ഒന്നു ചേരാൻ നിങ്ങളുടെ ഭാരങ്ങൾ അവങ്കലേക്ക് ഇറക്കി വെക്കുക. അവനോട് പറയുക, അവനുമായി നിനക്കൊരു ബന്ധം വേണമെന്ന്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്ന്. പാസ്റ്ററിന്റെ ഏറ്റവും സത്യസന്ധമായ ആഗ്രഹമാണ് ഈ പരിപാടി നിങ്ങൾക്ക് ദൈവവചനത്തോടുള്ള കൊതിയും വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ഒരു ദൃഢനിശ്ചയവും ഉണ്ടാക്കുക എന്നുള്ളത്. അത് പിതാവാം ദൈവത്തിന് പ്രീതികരമായ രീതിയിലുള്ളത് ആയിരിക്കണം. അത് നിങ്ങളിൽ ഉളവായി എന്ന് പാസ്റ്റർ കരുതുന്നു. ഇത് പാസ്റ്ററിന്റെ മാത്രം ആഗ്രഹമല്ല. എന്നാലോ തെസലോനിയർക്ക് എഴുതിയ കത്തിലുള്ള ഒരു പ്രത്യേക കാരണവും ഇത് തന്നെയായിരുന്നു. ആ സഭയ്ക്ക് മാത്രമായിട്ടുള്ളതല്ല, ഇത് വചനത്തിന്റെ ഭാഗമായതിനാൽ നമ്മളോട് അതാണ് സംവേദിക്കുന്നത്. നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഇതോടെ തീർന്നു. ഹല്ലേലൂയ. ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു.